1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇവിടെ പൗലോസ് ഒരു സഭ, ഞാൻ ഇതിനു മുമ്പ് പറയട്ടെ, കൊരിന്ത്യ ലേഖനം ശരിക്കും ഒരു ലോക്കൽ ദൈവസഭ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. എഫേസ്യ ലേഖനം യൂണിവേഴ്സൽ ആയിട്ടുള്ള ദൈവസഭ അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള സാർവലൗകിക ദൈവസഭയെ പറ്റി എഴുതുന്നതാണ് എഫേസ്യ ലേഖനം. അതിന് ലോക്കൽ ചർച്ചിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും അത് യൂണിവേഴ്സൽ ചർച്ചിനെ പറ്റി പറയുന്നതാണ്. കർത്താവിന്റെ അനാദി നിർണയപ്രകാരമായിട്ടുള്ള കർത്താവിന്റെ ശരീരമായിട്ടുള്ള അദൃശ്യമായ സഭയെ പറ്റിയാണ് എഫേസ്യ ലേഖനം പറയുന്നതെങ്കിൽ കൊരിന്ത്യ ലേഖനം ലോക്കൽ ചർച്ചിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഈ ലോക്കൽ ചർച്ചിനെ പറ്റി അറിയാത്ത ഒരു വ്യക്തിക്ക് യൂണിവേഴ്സൽ ചർച്ചിനെ പറ്റി അറിയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം യൂണിവേഴ്സൽ ചർച്ച് അദൃശ്യമാണ്. അദൃശ്യമായ ദൈവസഭയെ പറ്റി നമുക്കൊരു ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഏകദേശം ദൃശ്യമായിട്ടുള്ള ദൈവസഭയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കലായ പല കാര്യങ്ങളും അവിടെ നടക്കണം. അതുകൊണ്ട് തന്നെ കൊരിന്ത്യ ലേഖനത്തിൽ പലതും പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്, കൂടുതൽ ഇൻഫർമേഷനേക്കാൾ അല്ലെങ്കിൽ കൂടുതൽ മിസ്റ്ററികളെക്കാളിലൊക്കെ പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൊരിന്ത്യ ലേഖനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസഭ ലോക്കൽ ചർച്ചിനെ പറ്റിയുള്ളതാണ്. നേരം അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെ നമുക്ക് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നേരെ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിലാണ് നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ വരുന്നത്. ഒരു ഐറിഷ് പോയമുണ്ട്. ഐറിഷ് പോയം, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ടു ഡ്വെൽ അബവ് ദ സെയിന്റ്സ് വി ലവ്, ഓ ദാറ്റ് വിൽ ബി ഗ്ലോറി. അടുത്ത ലൈൻ ഇങ്ങനെയാണ്: ബട്ട് ടു ഡ്വെൽ ബിലോ ദ സെയിന്റ്സ് വി നോ ഈസ് അനദർ സ്റ്റോറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ പറയാം. എന്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടാറുണ്ട്, ഭാഗ്യനാട്ടിൽ പോകും, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്ത് നാം യേശുവെ വാഴ്ത്തും എന്നൊക്കെ പറയും. അന്നേരം ഭാഗ്യനാട്ടിൽ അവിടെ ചെന്നിട്ട് ഈ നമ്മൾ കാണാത്ത പത്രോസിന്റെ അടുത്തും പൗലോസിന്റെ അടുത്തും ഒക്കെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ എളുപ്പമാണ്, നമുക്ക് ഇഷ്ടവുമാണ്. പക്ഷെ കാണുന്ന ഈ ഭൂമിയിലെ സഹോദരന്മാരോട് കൂടെ വസിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അന്നേരം ഒരു ലോക്കൽ ചർച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ലോക്കൽ ചർച്ചിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, എന്താണ് പ്രാദേശിക ദൈവസഭ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു തിയറിയും ഒരു കൺസെപ്റ്റും മാത്രമായിരിക്കും. ഏറ്റവും പ്രധാനം നമ്മൾ യഥാർത്ഥത്തിൽ ലോക്കൽ ചർച്ചിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ പ്രധാനമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ദൈവസഭകളിൽ നടക്കേണ്ടതുണ്ട്. നമ്മൾ തിയറി പഠിക്കുന്നതിന് മുമ്പ്, നമ്മൾ ദൈവവചനത്തിലെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. ഞാൻ എന്റെ ബേസിസിലേക്ക് പോട്ടെ. ഏതൊരു ദൈവസഭയും ലോക്കൽ ചർച്ച് ആയിക്കോട്ടെ യൂണിവേഴ്സൽ ദൈവസഭ ആയിക്കോട്ടെ, അതിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി വീണ്ടും ജനിച്ച ദൈവമക്കളുടെ കൂട്ടമാണ്. യോഹന്നാൻ 12:24 യേശുക്രിസ്തു പറയാണ്, ഞാൻ പലപ്പോഴും എടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. യോഹന്നാൻ 12:24 യേശുക്രിസ്തു പറയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ആ പറയുന്നത് യേശുക്രിസ്തു എന്ന ഗോതമ്പ് മണിയെ പറ്റിയാണ്. യേശുക്രിസ്തു എന്ന അതിന്റെ തൊട്ടുമേളത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നപ്പോൾ യേശുക്രിസ്തു പറയാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന ഗോതമ്പ് മണിയെ പറ്റി പറയാണ്. ഞാൻ മരിക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തനിയെ എനിക്ക് ഇരിക്കാനായിട്ട് കഴിയും. പക്ഷെ ഞാൻ നിലത്ത് വീണ് ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിളവുണ്ടാകും. നേരെ പെസഹായുടെ അന്ന്, ദുഃഖവെള്ളിയാഴ്ചയുടെ അന്നല്ല, പെസഹായുടെ അന്ന് യേശുക്രിസ്തു അറുക്കപ്പെട്ടു. ഗോതമ്പ് മണിയായിട്ടുള്ള യേശുക്രിസ്തു നിലത്ത് വീണ് മരിച്ചു. ആദ്യത്തെ വിളവ് അല്ലെങ്കിൽ ആദ്യ ഫലം കൊയ്യുന്ന ദിവസം തന്നെ ആദ്യ ഫലമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 50-ാമത്തെ ദിവസത്തിൽ പെന്തക്കോസ്ത് നാളിൽ ആദ്യ ഫലങ്ങളുടെ വാരോത്സവത്തിന്റെ കൊയ്ത്തിന്റെ അന്ന് 120 പേരുടെ ഉള്ളിൽ ഈ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ജീവൻ വന്നു വീഴുകയും അങ്ങനെ 120 ഗോതമ്പ് മണികൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ജീവനുള്ളവരായി ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അവിടെ വെച്ച് തീരുന്നില്ല. ആ 120 ഗോതമ്പ് മണികൾ ചേർന്ന് ഒരു ദൈവസഭയായി, ലോക്കൽ ചർച്ചായി രൂപാന്തരപ്പെട്ടു. അതാണ് ആദ്യത്തെ ദൈവസഭ. നമ്മൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ 1-ാമത്തെ 2-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവരൊരു സംഘമായി കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ലൈഫ് അവരുടെ ഉള്ളിൽ വന്ന് അവർ ഉയർത്തെഴുന്നേറ്റ്, അവർ വീണ്ടും ജന്മം പ്രാപിച്ച് അവർ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ റിസീവ് ചെയ്ത് അവർ 120 പേർ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റവർ ചേർന്നിട്ട് ഒരു ദൈവസഭയായി തീർന്നു. അതാണ് ആദ്യത്തെ സഭ. അന്നേരം ആദ്യത്തെ ചർച്ചിന്റെ അടിസ്ഥാനം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വീണ്ടും ജനിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മൾ കാണാത്ത അദൃശ്യമായ ദൈവസഭയുടെ ഭാഗമായി തീരുന്നുവെങ്കിലും നമ്മൾ ഒരു ലോക്കലായിട്ടുള്ള ചർച്ചിന്റെ ഭാഗമായി തീരണം. ഈ ലോക്കൽ ചർച്ചിന്റെ ഭാഗമായി തീരുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് നമ്മളൊരു സെറമണി ഉണ്ട്. എന്താണ് ആ സെറമണി എന്ന് അറിയാമോ? സ്നാനമാണ് ആ സെറമണി. ആ സ്നാനം മാത്രമാണ് ഒരു സെറമണി അല്ലെങ്കിൽ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞിരിക്കുന്നത് കൂദാശ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ദൈവസഭയ്ക്ക് കൊടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അത് ഒന്ന് സ്നാനവും ഒന്ന് കർത്തൃമേശയുമാണ്. അന്നേരം സ്നാനത്തിൽ കൂടി നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയാണ് സ്നാനത്തിൽ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ഓക്കെ, താഴോട്ട് വായിച്ചു. അവന്റെ മരണത്തിന്റെ ഇവിടെ പറയാണ് 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നേരം ബാപ്റ്റിസത്തിൽ ഒരു പഴയ മനുഷ്യൻ പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ല. ബാപ്റ്റിസത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എന്താണ്? വീണ്ടും ജനനത്തിൽ എന്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, കുഴിച്ചിടപ്പെട്ടു, ഞാൻ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് പ്രൊക്ലെയിം ചെയ്യുകയാണ് ബാപ്റ്റിസത്തിൽ കൂടി. അന്നേരം ബാപ്റ്റിസത്തിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഴയ മനുഷ്യൻ, ദ ഓൾഡ് മാൻ ഈസ് ക്രൂസിഫൈഡ് with Jesus Christ on the cross and buried and I am resurrected as a new creation എന്നുള്ളത് ബാപ്റ്റിസത്തിൽ കൂടി നമ്മൾ പ്രൊക്ലെയിം ചെയ്യണം. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഓൾഡ് മാൻ ആരാണെന്ന് അറിയാമോ? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ഞാൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ത്രൂ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസത്തിൽ ഒരു വ്യക്തി ലോക്കൽ സഭയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ അതിനായിട്ട് പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ ആ വ്യക്തി പ്രൊക്ലെയിം ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ഞാൻ എന്ന് പറയുന്നത്, ആ ഞാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. ഈ ഞാൻ എവിടെയാണ് തുടങ്ങിയെന്ന് അറിയാമോ? നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ചത്തെ വാക്യം മെസ്സേജ് ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. എവിടെയാണ് ആ ഞാൻ തുടങ്ങിയത്? എവിടെ? യെസ്, ലൂസിഫറിലാണ് ഈ ഞാൻ തുടങ്ങിയത്. എന്നാൽ ഈ ലൂസിഫറിന്റെ ക്യാരക്ടർ ലൂസിഫർ ആദമിലേക്ക് പകർന്നു കൊടുത്തു. അതോടുകൂടി ആദമും ഞാൻ ആയി. ഈ ആദമിന്റെ ആണ് പഴയ മനുഷ്യൻ. ആദമിന്റെ ഐ യേശുക്രിസ്തുവിനോടുകൂടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചപ്പോൾ യേശുക്രിസ്തു പാപങ്ങൾക്ക് പകരമായിട്ട് മരിക്കുക മാത്രമല്ല, യേശുക്രിസ്തു ഈ ഞാൻ എന്നെയും കൂടി വഹിച്ചുകൊണ്ട് മരിച്ചു. അതുകൊണ്ട് ഈ ഞാൻ ആദമിൽ കൂടി എനിക്ക് ലഭിച്ച ഈ ഞാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രൊക്ലമേഷനാണ് സ്നാനം. എന്നാൽ അവിടെ പറയാണ് ഈ ഞാൻ ഐ ആം ബീങ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്ന് പ്രൊക്ലെയിം ചെയ്യുന്ന ചടങ്ങാണ് ബാപ്റ്റിസം. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസത്തിൽ നാം മനസ്സിലാക്കണം, പലരെയും നമ്മൾ ബാപ്റ്റൈസ് ചെയ്യാതെ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ തന്നെ അവകാശപ്പെടുന്നവരെ തന്നെ നമ്മൾ സ്നാനം അധികം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തതിന്റെ കാര്യം, ഈ കാര്യം യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്നും എനിക്കറിയാം, പോകുമെന്നും എനിക്കറിയാം, പോകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഞാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യാത്ത, അത് മനസ്സിലാക്കാത്ത ഒരാളെ ബാപ്റ്റിസത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. നേരം ബാപ്റ്റിസത്തിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഐ ക്രൂശിക്കപ്പെട്ട വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ എന്തായി തീരുമെന്ന് അറിയാമോ? ഒരു ലോക്കൽ ദൈവസഭയായി, ചർച്ചായി രൂപാന്തരപ്പെടും. അതാണ് നിലത്ത് വീണ് മരിച്ച ഗോതമ്പ് മണികൾ, നിലത്ത് വീണ് യേശുക്രിസ്തുവിനോടുകൂടി ഐ ക്രൂശിക്കപ്പെട്ടു എന്ന് പ്രൊക്ലെയിം ചെയ്ത ഗോതമ്പ് മണികൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഒരു അപ്പമായി തീരുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അപ്പം ഒന്നാകൊണ്ട് നാം എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമാകുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ ക്രൂശിക്കപ്പെട്ട വ്യക്തികളുടെ കൂട്ടമാണ്. ഈ ഐ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടമല്ല. ദൈവസഭ, ലോക്കൽ ചർച്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത് ഈ ഐ ക്രൂശിക്കപ്പെട്ട് യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നും എല്ലാ ദിവസവും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ദൈവസഭയ്ക്ക് ലോക്കൽ ചർച്ചിന് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സെറമണി എന്താണെന്ന് അറിയാമോ?
കർത്തൃമേശയാണ്. അതിലും പ്രൊക്ലെയിം ചെയ്യുന്ന ഇതാണ്, ഞാൻ ഒരു ശരീരമാണ്, യേശു ക്രിസ്തുവിന്റെ ഭാഗമാണ്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളത് പ്രൊക്ലെയിം ചെയ്യുന്ന ചടങ്ങാണ്. അതായത് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒരു ദൈവസഭയിലെ വീണ്ടും ജനിച്ച ദൈവസഭയുടെ ഭാഗമായ വ്യക്തികൾ ഓർക്കേണ്ടത്, സ്നാനത്തിൽ എന്റെ ഐ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടതാണ്, അവനോടുകൂടി കുഴിച്ചപ്പെട്ടതാണ്. നോ ലോങ്ങർ ഐ ലീവ് എന്നുള്ളത് ഞാൻ സ്നാനത്തിൽ പ്രഖ്യാപിച്ചാണ്. കർത്തൃമേശയിൽ ഞാൻ കണ്ടിന്യൂസ്ലി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഐ നോ ലോങ്ങർ ലീവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ, ഐ ആം ദ പാർട്ട് ഓഫ് ദാറ്റ് ബ്രെഡ് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ഐ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ സഭയുടെ ഭാഗമാവുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നം, മുമ്പോട്ട് പോകുമ്പോൾ ഈ ഐ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞാണ്, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവാതെ, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആ തകർച്ചയിൽ കൂടി കടന്നു പോകാതെ ഒരപ്പത്തിന്റെ ഭാഗമായി തീർന്നാലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലായിടത്തും ഈ ഐ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഈ ഐ പൊങ്ങി നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിത്തീരും. നേരെ കണ്ടിന്യൂസ്ലി ഇത് ഒരു ദൈവസഭ, ലോക്കൽ ചർച്ചിന്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും ജനിച്ചൊരു വ്യക്തി ദൈവസഭയുടെ ഭാഗം ആകണമെങ്കിൽ, ഞാൻ പറഞ്ഞത് ലോക്കൽ ചർച്ചിന്റെ ഭാഗമാകണമെങ്കിൽ ഹി ഷുഡ് റെക്കഗ്നൈസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇല്ലെങ്കിൽ ഇത് എപ്പോഴും ഒരു കല്ലുകടിയായിരിക്കും. എപ്പോഴും തിരിച്ചറിയാനായിട്ട് കഴിയും, എപ്പോഴും ഇത് ഉയർന്നു നിൽക്കും. എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ ഈ ഐ ഉയരും. അന്നേരം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ബേസിക് അടിസ്ഥാനത്തിലുള്ള ഒരു പണി നടക്കാത്തത് കൊണ്ട് പലരും സ്നാനം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചർച്ചിൽ സ്നാനം കണ്ടിന്യൂസ് ആയിട്ട് പറയാത്തതിന്റെ പ്രത്യേക കാര്യം ഇതാണ്, വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ ഈസ് റെഡി ടു ഡൈ വിത്ത് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ മരിക്കാത്തൊരു വ്യക്തി, ദയവായി നിങ്ങൾ സ്വർഗത്തിൽ പോകുമായിരിക്കാം, അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ദൈവസഭയുടെ ഭാഗമായി തീരാനായിട്ട് നിൽക്കരുത്. യു വിൽ ബി കണ്ടിന്യൂസ്ലി പ്രോബ്ലം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ മാനസാന്തരപ്പെടണം. എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെട്ടിട്ട്, ഇതാണ് റിയൽ ആയിട്ടുള്ള പ്രശ്നം. ഞാൻ ക്രൂശിൽ എന്നെ യേശുക്രിസ്തു വഹിച്ചുകൊണ്ട് മരിച്ചതാണ്. യേശുക്രിസ്തു എനിക്ക് പകരമായി മരിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, എന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരിച്ചു എന്ന് മാത്രമല്ല, ഐ ആം ക്രൂസിഫൈഡ്, എന്നെയും കൂടി വഹിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചത്. അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ബാപ്റ്റിസത്തിൽ അത് പ്രൊക്ലെയിം ചെയ്തത്. അത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് എന്ന് മനസ്സിലാക്കി ഐ മസ്റ്റ് ബി ക്രൂസിഫൈഡ്. ഇല്ലെങ്കിൽ ഞാൻ ജഡത്തെ യേശുക്രിസ്തുവിനോടുകൂടി മരിപ്പിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യാത്ത രീതിയിൽ വരുമ്പോഴേക്കും ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അന്നേരം നമ്മൾ ഒരു വ്യക്തി, ഞാൻ പേഴ്സണലായിട്ട് പറയാണ്, എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവസഭ, ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത് ഐകളുടെ കൂട്ടമല്ല. പിന്നെന്താണ്? ഐ ക്രൂസിഫൈ ചെയ്ത യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ ലൈഫാണ്. അതിൽ കൂടി അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ടത്, വെളിപ്പെടേണ്ടത്, അതിൽ കൂടി മനുഷ്യർ കാണേണ്ടത്. ഞാനല്ല. എന്നെ ആൾക്കാർ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കാണരുത് എന്നാണ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ചില കാര്യങ്ങളിലേക്ക് പോട്ടെ. ഈ ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്ത ഐകൾ എന്തൊക്കെയാണ്? ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ദൈവം ബോധ്യപ്പെടുത്തട്ടെ. എന്നാലും ദൈവവചനത്തിൽ പറയുന്ന ചില കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവസഭയിൽ യാതൊരു വിലയുമില്ലാത്ത സീറോ വാല്യൂ ഉള്ള ചില കാര്യങ്ങളുണ്ട്. ഈ പഴയ മനുഷ്യന്റെ കൂടെയുള്ള കാര്യങ്ങൾ, കുഴിച്ചിടപ്പെട്ട ശവക്കല്ലറയിൽ അടക്കപ്പെടേണ്ട, പൊക്കിക്കൊണ്ടുവരാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:12. ഞാൻ 12 കൊരിന്ത്യ ലേഖനം ലോക്കൽ ചർച്ചിനെ പറ്റി പറയുന്നതാണ്. 1 കൊരിന്ത്യർ 12:12. അതിന് അവയവവും പലതും, ശരീരത്തിന്റെ അവയവവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു. നേരത്തെ പറഞ്ഞ പോലെ ദൈവസഭ ഒരു ബ്രെഡാണ് എന്ന് പറഞ്ഞ പോലെ കർത്താവ് ദൈവനും അടുത്ത വാക്യത്തിൽ പറയാണ്, ദൈവസഭ ഒരു ബോഡിയാണ്. ആ ബോഡിയിൽ ശരീരമൊന്നും അവന് അവയവം പലയായിരിക്കുന്ന പോലെ, അതിന്റെ പലയായിരിക്കും, എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ദൈവസഭയും. 13-ാമത്തെ വാക്യം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു. ഇതിൽ 2-3 വാക്യം കൂടി വേറെ വായിക്കുകയാണ് ഞാൻ. ഇവിടെ 2 കൂട്ടരെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിസ്റ്റിങ്ഷനെ ദൈവം ഇടിച്ചു മാളഞ്ഞു ഒന്നാക്കിയിരിക്കുന്ന കാര്യം പറയാണ്. യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ദൈവസഭയിൽ ഒരു വ്യത്യാസവുമില്ല. നീ യഹൂദനാണോ, യവനനാണോ, നീ ദാസനാണോ, സ്വതന്ത്രനാണോ, നീ മാനേജറാണോ, നീ തൂപ്പുകാരനാണോ,
നീ ഇനി മുതലാളിയാണോ, തൊഴിലാളിയാണോ, നീ ഇനി എന്താ പറയുക, രാജാവാണോ, പ്രധാനമന്ത്രിയാണോ, ഇതൊന്നും ദൈവസഭയിൽ വിലയില്ലാത്ത കാര്യമാണ്. സീറോ വാല്യൂ ദൈവസഭയിലുള്ളതാണ്. അത് പറഞ്ഞിരിക്കുന്ന യഹൂദനോ യവനോ ദാസനോ സ്വതന്ത്രനോ ഒന്നും വ്യത്യാസമില്ല, അതെല്ലാവരും ഒന്നായി തീർന്നിരിക്കുന്നു. ഗലാത്യ ലേഖനം 3:27-28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ, ടു ബി ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, അങ്ങനെ ചെയ്ത വ്യക്തികൾ, അത് പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്ത് ജലസ്നാനത്തിൽ കൂടി പ്രൊക്ലെയിം ചെയ്ത വ്യക്തികൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? അവരുടെ യൂണിഫോം പറയാണ്. അവരെ കാണുമ്പോൾ ഇനി ആൾക്കാർ കാണേണ്ടത് എന്താണെന്നുള്ളതിനെ പറ്റി പറയാണ്. വായിച്ചോ. അതിൽ യഹൂദനും യവനൊന്നുമില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണും എന്നില്ല. ഒരാളെ കൂടി കൂട്ടുകയാണ്, ഒരു ഡിവിഷനൂടെ മാറ്റാണ്. ആണും പെണ്ണും എന്നുള്ള ഇതുമില്ല. എന്താണ്? എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്ന് പറയാണ്. കൊലോസ്യ ലേഖനം 3:10-11 വാക്യങ്ങൾ. പഴയ മനുഷ്യനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പഴയ ആളെ ഉരിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യം പറയാണ്. വായിച്ചു. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു. പുതിയ ആ പഴയ മനുഷ്യന്റെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. ആ ഡ്രസ്സങ്ങ് മാറ്റി. ഗലാത്യലേഖനത്തിൽ പറയാണ്, ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. ആ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏത് സൃഷ്ടിയിലാണോ അതേപോലെ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു എന്ന് പറയണം. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമില്ല എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം. ഇവിടെ ഒരുപാട് ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതിന്റെ മലയാളത്തിൽ ഇതിന്റെ ബർബരൻ, ശകൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ നമുക്കറിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള എല്ലാ ലിസ്റ്റും ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനും അവന്റെ എന്തെങ്കിലും ഫിസിക്കൽ ക്വാളിറ്റിയും കൊണ്ട്, അവന്റെ എന്തെങ്കിലും ഈ ഭൂമിയിലെ ക്വാളിറ്റിയും കൊണ്ട് ദൈവസന്നിധിയിൽ ഇറ്റ് ഈസ് സീറോ വാല്യൂ ഇൻ ദ ചർച്ച്. ഒരു തരത്തിലും ആ വ്യക്തികൾ ആ ഒരു കാര്യം കൊണ്ട് ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടത്തില്ല. അതെല്ലാം പഴയ മനുഷ്യനോടുകൂടി ഉരിഞ്ഞു കളഞ്ഞതിന്റെ കൂട്ടത്തിലാണ്. അതെല്ലാം കുഴിയിൽ അടക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇത് വെച്ചിട്ടല്ല ദൈവസഭയിൽ ഒരു വ്യക്തിയെ ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദൈവം വില കൊടുക്കാത്ത പഴയ മനുഷ്യന്റെ കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൽ എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബ മഹിമയായിക്കോട്ടെ, നിങ്ങളുടെ പണത്തിന്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രതാപം ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, ഇതൊന്നും യഥാർത്ഥ ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യുകയില്ല. നിങ്ങൾക്കൊരു യഥാർത്ഥ ദൈവസഭയുടെ ഭാഗമാവണമെങ്കിൽ ഇതൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടും എന്ന് കരുതിയാൽ അത് പഴയ മനുഷ്യനോടുകൂടി കുഴിച്ചിടപ്പെട്ടവരാണ്. അതിന് ഇവിടെ വിലയില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാം. മാത്രമല്ല ദൈവസഭയിൽ ദൈവദാസന്മാരും ദൈവമക്കളും അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊരിന്ത്യ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ 2 Corinthians 5:16. ഇവിടെ പറയാണ് ആകയാൽ therefore എന്നിട്ട് പറയാണ് ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. therefore from now on we recognize no one according to the human standards, according to the flesh എന്ന് പറഞ്ഞാൽ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട ആ പഴയ മനുഷ്യന്റെ ക്വാളിറ്റിയും കൊണ്ട് വി ഡോണ്ട് റെക്കഗ്നൈസ് നോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവസഭയിൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ ദൈവം പഴയ ആ ഫ്ലഷിന്റെ അടിസ്ഥാനത്തിൽ ഒരുത്തനെയും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഒരു വ്യക്തിയെയും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അന്നേരം എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവസഭയുടെ ഒരു ലോക്കൽ ചർച്ചിന്റെ ഭാഗം ആകണം എന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ, അതാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയണമെങ്കിൽ ഐ നീഡ് ടു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് ഐ ആം നത്തിങ്. എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവനാണ്. അത് ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ദൈവം ഇതിന് സീറോ വാല്യൂ കൊടുത്തിരിക്കുന്നു. ദൈവസഭയിൽ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ പൗലോസ് പറയാണ് വി ആൾസോ ഡോണ്ട് റെക്കഗ്നൈസ് എനിവൺ. നൗ therefore from now onwards we recognize no one according to the flesh. എന്നാൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ദൈവസഭയുടെ ഭാഗം ആകാനായിട്ട് നിൽക്കരുത്. യു ക്യാൻ ഗോ ടു എ ഗ്രൂപ്പ് ഓർ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് എ ക്ലബ്. അവിടെ നിങ്ങൾക്ക് ഇതിനെല്ലാം റെക്കഗ്നൈസേഷൻ കിട്ടിയേക്കാം. നിങ്ങളുടെ പണത്തിനനുസരിച്ച് നിങ്ങളെ വാല്യൂ ചെയ്യുന്ന കൂട്ടങ്ങൾ ഉണ്ടാവാം. ദൈവസഭയാവണമെന്നില്ല. നിങ്ങളുടെ
പദവിക്കനുസരിച്ച് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ തരുന്ന സ്ഥലങ്ങളുണ്ടാവാം. നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകളെ മാനിച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ തരുന്നവരുണ്ടാവാം. പക്ഷെ ദൈവസഭയിൽ ഇതിനൊന്നും വിലയില്ല. ദൈവവും ഇതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വേറൊരാളെക്കാൾ നല്ലവനാണ് ഇല്ലെങ്കിൽ ഉയർന്നവനാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ദൈവം റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ദൈവസഭ റെക്കഗ്നൈസ് ചെയ്യുന്നവരിൽ ചിന്തിക്കുന്നെങ്കിൽ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ഗോൺ. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതിന് എന്തു പറ്റി? ഈ മേലത്തെ പറഞ്ഞ ലിസ്റ്റുകളിലുള്ളതിനെല്ലാം എന്തു പറ്റി? പഴയത് കഴിഞ്ഞുപോയി എന്നാണ് വിളിക്കുന്നത്. ഓൾഡ് ഈസ് പാസ്ഡ് അവേ. പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓൾഡ് ഈസ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ബെറീഡ് വിത്ത് ക്രൈസ്റ്റ്. അതിനി റെക്കഗ്നൈസേഷൻ ഇല്ല. അതിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് കൊണ്ട് ഇവിടെ വിലയില്ല. ദൈവസഭയിൽ വിലയില്ല. എന്നിട്ട് പറയാണ്, ഓൾഡ് ഈസ് പാസ്ഡ് അവേ, ബിഹോൾഡ് ഓൾ തിങ്സ് ഹാവ് ബിക്കം ന്യൂ ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ഫ്രം ഗോഡ് എന്നിട്ട് പറയാണ്, ഹു റെക്കൺസൈൽഡ് us to himself through Christ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വിലയുള്ളത്? ഓൾ തിങ്സ്, പുതിയ കാര്യങ്ങൾ. എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്ന യേശുക്രിസ്തുവിന്റെ ജീവനിൽ കൂടി വെളിപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ദൈവസഭയിൽ വിലയുള്ളൂ എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവസഭയിൽ ദൈവം എന്തിനാണ് വില കൊടുക്കുക എന്നുള്ളതാണ്. ദൈവ മക്കൾ എന്തിനാണ് വില കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതിന് ശേഷം സ്നാനപ്പെട്ടപ്പോൾ പ്രഖ്യാപിച്ചത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അവിടെ പ്രഖ്യാപിച്ചതാണ്. അവിടെ കുഴിച്ചിടപ്പെട്ടു എന്ന് ജലത്തിൽ സാക്ഷീകരിച്ചാണ്. കർത്തൃമേശയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഐകൾ എല്ലാം, ഈ ഐയുടെ അനേക കാര്യങ്ങളുണ്ട്. ദൈവം റെക്കഗ്നൈസ് ചെയ്യാത്ത കാര്യങ്ങൾ, ദൈവത്തിന് ഒരു വിലയുമില്ലാത്ത കാര്യങ്ങൾ, ഇതൊന്നും ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടത്തില്ല. ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ജീവനാണ്, ഉയരത്തിൽ നിന്നുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഓൾ ദീസ് തിങ്സ് ആർ ഫ്രം അബവ്. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല, ഇംഗ്ലീഷ് ഇങ്ങനെ ഇരിക്കുന്നത്, നൗ ഓൾ ദീസ് തിങ്സ് ആർ ഫ്രം ഗോഡ്. ഈ ന്യൂ തിങ്സ്, ഓൾ ദീസ് തിങ്സ് ഫ്രം ഗോഡ്, അതിനാണ് ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്, ദൈവം റെക്കഗ്നൈസ് ചെയ്യാത്ത, ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാനായിട്ടുള്ള കാര്യമുണ്ട്. ദൈവം റെക്കഗ്നൈസ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ കുറെ നാളുകളൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് വലിയ വിലയുള്ളതാണ്, റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ദൈവസഭയിൽ ദൈവത്തിന് മുമ്പിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്ത വേറൊരു കാര്യമാണ് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സീനിയോറിറ്റി. വർഷങ്ങൾ ദൈവത്തോടു കൂടി നടക്കുന്ന വ്യക്തികൾ അതിനനുസരിച്ചിട്ട് ആത്മീയരായിത്തീരും. അത് ആ വ്യക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യും. അത് ദൈവം വില കൊടുക്കുകയും ചെയ്യുന്നു. അതിനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ വെറും സീനിയോറിറ്റി, വർഷങ്ങൾ ഞാൻ രക്ഷിക്കപ്പെട്ടെടുത്ത വർഷമായി എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടത്തില്ല. അതുകൊണ്ട് ദൈവം റെക്കഗ്നൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്, വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് പല ഉപമകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമ മാത്രം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 20 വേഴ്സ് 15 ഓൺവേഴ്സ്. 20-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്വർഗരാജ്യം എന്നുള്ളത് ദൈവസഭയിലെ ചില കാര്യങ്ങൾ പറയാണ്. തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറപ്പെട്ട വീട് കേട്ടോണം. ദൈവം ഒരു ദൈവരാജ്യത്തിലേക്ക്, ദൈവസഭയിലേക്ക് ആൾക്കാരെ വിളിക്കുകയാണ്. എങ്ങനെ വിളിച്ചെന്ന് അറിയാമോ? അവിടെ പോയിട്ട് മെനക്കെട്ട് നിൽക്കുന്ന, ഒരു പണിയില്ലാതെ കിടക്കുന്ന കുറെ ആൾക്കാരെ പോയിട്ട് വിളിച്ചിരിക്കുകയാണ്. വേലക്കാരെ 3-ാം മണി നേരത്ത് പുറപ്പെട്ടു. ചില ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കേട്ടു, നിങ്ങൾ മുന്തിരിപ്പോട്ടത്തിൽ പോയി ന്യായവിധിയെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ആൾക്കാർ വന്ന് ആദ്യമേ തന്നെ പണി തുടങ്ങി, നല്ല ജോലി തുടങ്ങിയതിനനുസരിച്ച് കർത്താവ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 11-ാമത്തെ മണി നേരം വരെ ചെന്നവൻ ഓരോ അങ്ങനെ എന്നിട്ട് നിങ്ങൾ അവസാനം 11-ാമത്തെ മണി 6-ാമത്തെ വാക്യം 6-ാം വാക്യം 20-6. അതിന് പറയാണ്, ഈ മിനക്കെട്ട് നിൽക്കുന്നവർ ആദ്യം മുതലും ഇപ്പോഴും ഉള്ള, അല്ല ആർക്കും ഒരു ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ക്വാളിഫിക്കേഷൻ ഉള്ളവരെയൊന്നും പോയി നിന്ന് വിളിച്ചതല്ല. ആദ്യം കുറെ നാൾ കുറെ ഒരു മെനക്കെട്ട് നിന്നു, അവരെ വിളിച്ചു. പിന്നെ അവസാനം 11-ാമത്തെ വരെ കുറെ ആൾക്കാർ മെനക്കെട്ട് നിൽക്കുകയാണ്, ഒരു പണിയില്ലാതെ നിൽക്കുക. അന്നേരം അവരെയും വിളിച്ചിട്ട് പോയി പരിചയം ചെയ്താലും പറയാണ്. എന്നിട്ട് പിന്നെ കൂലി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുത്തതെന്ന് അറിയാമോ? 8-ാമത്തെ വാക്യം. അതിന് കൂലി കൊടുക്കാൻ തുടങ്ങിയപ്പോ ഇതിനൊരു ഓർഡർ റിവേഴ്സായി. ഏറ്റവും അവസാനം വന്ന ആൾക്കല്ല എന്ത് പറഞ്ഞിരിക്കുന്നത്, മുമ്പന്മാർ തുടങ്ങി ആദ്യം വന്ന ആൾക്കോട്ടാണ്, പിൻപന്മാർ തുടങ്ങിയാണ് കൂലി കൊടുത്തത്. ഏറ്റവും അവസാനം വന്ന ആൾക്കാണ് ആദ്യം കൂലി കൊടുത്തത്. അന്നേരം സ്വാഭാവികമായിട്ട് അവസാനത്തെ ആൾക്ക് എത്ര പറഞ്ഞതുപോലെ കൂലി കൊടുത്തു അല്ലെ. അന്നേരം ഈ സ്വാഭാവികമായിട്ട് ആദ്യത്തെ ആൾക്കാർ വിചാരിച്ചു ദേ വിൽ ബി റെക്കഗ്നൈസ് മോർ. അതിലെ മുമ്പോട്ട് പോകുമ്പോഴേക്കും
മുമ്പ് 10ാമത്തെ വാക്യം. അവർക്കും ദൈവം കൊടുക്കാതിരുന്നില്ല, അവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു, അവരത് പറഞ്ഞു കൊടുത്തു. അത് വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? 11ാമത്തെ വാക്യം. അത് വാങ്ങിച്ചപ്പോൾ ഒരു പിറുപിറുപ്പ് തുടങ്ങി. കാര്യം എന്താണ്? അവര് പറഞ്ഞ കൂലി അവന് കൊടുത്തു. പക്ഷേ വായിച്ചോ. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിമ്പനെ സമനാക്കി എന്നുള്ളതാണ് പ്രശ്നം. അത് ഇവർക്ക് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഇവരുടെ സീനിയോറിറ്റി അനുസരിച്ച് ഇവർക്ക് റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയാണ് പകലത്തെ പാലും ചേച്ചിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, സമനാക്കിയിരുന്നു. അപ്പോൾ അതിലൊരുത്തനോട് അവൻ പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുക്കുവാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? എന്നിട്ട് എന്താണെന്ന് പറയുന്നറിയോ? ഞാൻ നല്ലവനാകൊണ്ട് നിങ്ങളുടെ കണ്ണ് കടിക്കുന്നു. ഈ കണ്ണ് കടി എന്ന് പറഞ്ഞ അസുഖം ആൾക്കാർക്ക് അറിയാമോ? എന്ത് ഈ കണ്ണുകടി? കണ്ണ് ചൊറിച്ചിലല്ല. കണ്ണുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ജലസി. ഇതിന്റെ പ്രോബ്ലം ബേസിക്കലി നമ്മളുടെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എന്തോ ആണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ണുകടി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ പ്രശ്നമാണ്. സീനിയർ ആൾക്കാർക്കാണ് ഇത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മൾ കർത്താവുമായിട്ട് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടാണ്, അവൻ നത്തിങ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നു ശൗലിന്റെ പ്രശ്നം എന്നറിയാമോ? ദാവീദിന്റെ അടുത്ത് വാക്യം എടുത്ത് വായിക്കണമെന്നില്ല. ശൗലിന് ദാവീദിന്റെ അടുത്ത് ഇതേ അസുഖം തുടങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. പണ്ട് മുതലേ ഉള്ള അസുഖമാണിത്. ഇത് ആണ് റിയലായിട്ടുള്ള പ്രശ്നം. ഇതൊന്നും ഞാൻ പറഞ്ഞത് ഈ പഴയ മനുഷ്യനിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. നമ്മളെ എത്ര വർഷം എന്നുള്ളതല്ല ദൈവത്തിന്റെ മുമ്പിലുള്ള റെക്കഗ്നൈസിങ് സ്റ്റാൻഡേർഡ്, എത്രമാത്രം ദൈവത്തോടു കൂടി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, കുമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ എന്നിൽ വസിച്ചിട്ടുള്ളത്. ടുഡേ ഇഫ് യു ആർ വിത്ത് ക്രൈസ്റ്റ് യു വിൽ റിഫ്ലക്ട് ദ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന് ദൈവസഭയിൽ വിലയും കാണും, അല്ലാത്തതിന് ദൈവസഭയിൽ വിലയില്ല. അടുത്തതായിട്ട് വിലയില്ലാത്തൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതിന് വിലയുണ്ടെന്നുള്ളത്. നമ്മളെ പഴയ ഇല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സഭാ പാരമ്പര്യത്തിന്, നമ്മുടെ സഭാ ബാക്ക്ഗ്രൗണ്ടിനും ദൈവസഭയിൽ യാതൊരു തലത്തിലുള്ള വിലയുമില്ല. കൊരിന്ത്യർ ലേഖനത്തിലെ തന്നെ ചില വാക്യങ്ങൾ വായിക്കും. 1 കൊരിന്ത്യർ 1 നമ്മൾ വായിച്ചതിന്റെ 11ാമത്തെ വാക്യം, 11ാമത്തെ അല്ല, അതിന്റെ 13ാമത്തെ വാക്യം, 12ാമത്തെ വാക്യം, 12. 1 കൊരിന്ത്യർ 1:12. മൂന്നാമത്തെ അധ്യായത്തിന്റെ 4ാമത്തെ വാക്യം. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോളോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ സാധാരണ മനുഷ്യരാണ്. പൗലോസാര് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരല്ല. ഞാൻ കണ്ടു, അപ്പോളോസ് നനച്ചു, ദൈവം അത്രേ വളന്മാറാക്കിയത്. ആകയാൽ വളന്മാറാക്കുന്ന ദൈവമല്ലാതെ നനയ്ക്കുന്നവനും നടുന്നവനും എന്തുവല്ല നടന്നിരിക്കുന്നത് ഈസ് നത്തിങ്. ദൈവസഭയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും നമ്മൾ പറയണം, നമ്മൾ ഇന്ന ചർച്ചയിൽ നിന്നാണ് വരുന്നത്, ഞാൻ ബാംഗ്ലൂരിലെ കരിസ്മാറ്റിക് അസംബ്ലിയിലെ ആളാ, ഇല്ലെങ്കിൽ ഞാൻ മൈസൂരിലെ ആളാ, ഞാൻ ബോംബെയിലെ ആളാ. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ദൈവസഭ വിലയില്ല. അന്ന് ഇങ്ങനത്തെ ചർച്ചകളിലായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഓരോ ചർച്ചകളായിരുന്നു കൊരിന്ത്യയിലെ സഭ. പക്ഷെ അവിടെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ പൗലോസിന്റെ ആളാ, ഞാൻ ഇന്ന അച്ചായന്റെ ആളാ എന്നുള്ളതാണ് ഇവരുടെ റെക്കഗ്നൈസ്. ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു ഐഡന്റിഫിക്കേഷനും ഇല്ല. യേശുക്രിസ്തുവിന്റെ പൈതലാണ്, ദൈവമകനാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ പൈതലാണ് എന്നുള്ളതിൽ ഈ വ്യക്തിക്ക് അഭിമാനമില്ല. അതിന് പകരം ഈ വ്യക്തിയുടെ അഭിമാനം എന്തെന്നറിയാമോ? ഞാൻ ഇന്ന ചർച്ചിലെ ആളാണെന്നുള്ളത്. ഇതിനും ദൈവസഭ വലിയ വിലയില്ല. ചില ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു, ആ ചർച്ചിലുണ്ടല്ലോ ഭയങ്കര റിവൈവല, ഞാൻ ആയിരുന്ന അവിടെ സഭയിൽ, ബോംബെയിൽ ഇല്ലെങ്കിൽ ബാംഗ്ലൂര് ഇല്ലെങ്കിൽ കൽക്കട്ടയിൽ ഇല്ലെങ്കിൽ മൈസൂരിൽ, അവിടുത്തെ കാര്യമാണ് എപ്പോഴും പറയുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരുടെ ജീവിതത്തിൽ നടന്നതിനെ പറ്റി പറയത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കല്ല, യേശുക്രിസ്തുവിന്റെ ദൈവ പൈതൽ, ദൈവമകൻ എന്നുള്ള
ആ ഐഡന്റിഫിക്കേഷൻ എനിക്ക് വരുമ്പോൾ എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനിൽ കൂടി ജീവിക്കുന്നു, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവവൈതലാണ് എന്നുള്ള ആ വലിയ ഒരു ഐഡന്റിറ്റി ഇവർക്ക് ഇല്ല. എന്നാൽ ഇവർക്ക് ഐഡന്റിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ ഐഡന്റിറ്റി കണ്ടെത്തും. ഇതേപോലെ തന്നെ ഇവർ വൈതാണ് കണ്ടിരിക്കുന്നത്. അവർക്ക് ദൈവമകൻ എന്നുള്ള ഐഡന്റിറ്റി അല്ല, അതിന് പകരം ഞാൻ പൗലോസിന്റെ ആളെന്ന് പറയുമ്പോൾ പൗലോസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാർ ഈ വ്യക്തിയെ വിലവെക്കും. എങ്കിൽ അപ്പൊല്ലോസിന്റെ ആളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഇതെല്ലാം കാർണാലിറ്റിയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് ജഡീകനാണ് ഇങ്ങനെ പറയുന്നത്. മേളിൽ പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മേളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജഡീകരും ശേഷം മനുഷ്യരെ പോലെ ആണെന്ന് പറഞ്ഞിട്ട് പറയാണ് അവരുടെ ലക്ഷണമാണ് ദൈവത്തിലുള്ള ബന്ധത്തിൽ അഭിമാനിക്കേണ്ടതിന് പകരം ചില ചർച്ചുകളുടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ കുവൈറ്റ് ക്രിസ്ത്യൻ അസംബ്ലിയുടെ പേരിലാണ് നിങ്ങളുടെ അഭിമാനമെങ്കിൽ സഹോദര ഞാൻ പറയട്ടെ, അത് ജഡീകരത്വമാണ്. യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ പറയാണ് അപ്പൊല്ലോസ് ആര്, പൗലോസ് ആര്? ഞങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. വി ആർ നത്തിങ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. യു ആർ നോട്ട് ഇന്നെവിറ്റബിൾ ഫോർ ദ ചർച്ച്. ഐ ആം നോട്ട് ഇന്നെവിറ്റബിൾ ഫോർ ദ ചർച്ച്. ഞാൻ ഈ ദൈവസഭയുടെ അഭിവാജ്യ ഘടകമല്ല. ഞാൻ ഇവിടുന്ന് പോയാലും, ഇവിടുത്തെ ഏതൊരു ദൈവദാസൻ ഇവിടുന്ന് പോയാലും, ഏതൊരു വ്യക്തി ഇവിടുന്ന് മാറ്റപ്പെട്ടാലും ദൈവസഭ ദൈവമാണ് നട്ടത്, ദൈവമാണ് വളർത്തുന്നത്, ദൈവം അതിനെ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് പൗലോസ് പറയാണ് വി ആർ നത്തിങ്. ഞാൻ പറയട്ടെ, ഇതാണ് ഒരു മനുഷ്യൻ റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യം. ദൈവം ഒരു വ്യക്തി എടുത്ത് ഉപയോഗിച്ചാലും ആ വ്യക്തി റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യം ഞാൻ കൊണ്ടല്ല സഭ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സെക്കര്യാ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞത് സൈന്യത്താലെ അല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്തെ, നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ദൈവസഭ പണിയപ്പെടുന്നത്, വ്യക്തികളുടെ അടിസ്ഥാനത്തിലല്ല. വ്യക്തികൾ ഒരു വിലയുമില്ലാത്തവരാണ്, ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്ന് മാത്രം. ദൈവകൃപ മാറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും പോലെയുള്ള സാധാരണ നത്തിങ് ആണെന്ന് പൗലോസ് റെക്കഗ്നൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ പൗലോസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. പക്ഷെ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവരെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാനും കഴിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ ദൈവം റെക്കഗ്നൈസ് ചെയ്യാത്ത, ലോക്കൽ ചർച്ചിൽ ദൈവം റെക്കഗ്നൈസ് ചെയ്യാത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊന്നും ദൈവസഭയിൽ വിലയില്ല. ദൈവസഭയിൽ വിലയുള്ളത് ഞാൻ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇന്ന് ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ട് യേശുക്രിസ്തുവിൽ കൂടി ജീവിക്കുന്നു, യേശുക്രിസ്തുവിൽ കൂടി ചിലത് ചെയ്യുന്നു, ഞാൻ കർത്താവിന് അവൈലബിൾ ആയിരിക്കുന്നു. അതിന് എനിക്ക് ഗ്ലോറി ചെയ്യാനായിട്ടൊന്നുമില്ല, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അന്നേരം ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ എല്ലാവരും ഒരുപോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവം ഉപയോഗിക്കുന്ന അവയവങ്ങൾ മാത്രമാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ ദൈവസഭയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭയുടെ ഓർഡർ ഓഫ് ദ ചർച്ച്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ആദ്യമേ ഞാൻ പറഞ്ഞു ദൈവം വിലവെക്കാത്ത കാര്യങ്ങൾ, ദൈവസഭ വിലവെക്കരുതാത്ത കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാണ്. പക്ഷെ ദൈവസഭയിൽ ചില കാര്യങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. എഫെസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. എന്താണ് ദൈവസഭയിൽ എങ്ങനെയാണോ നടക്കേണ്ടത് എന്നുള്ള കാര്യം പറയണം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും. ഇവിടെ പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വാക്ക് ഇൻ ഹ്യൂമിലിറ്റി അല്ലേ പറഞ്ഞിരിക്കുന്നത്, വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ആൻഡ് ജെന്റിൽനെസ്. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ മനസ്സിലാക്കണം നിങ്ങൾ ഹ്യൂമിലിറ്റിയിൽ നടക്കാനായിട്ട് ചെയ്യണം. ഇങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവസഭയിൽ നടക്കേണ്ടതെന്ന് പറയാണ്. വായിച്ചു. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കും. ഇവിടെ പറയണേ ഒരു വിശ്വാസിയുടെ ആ വ്യക്തി ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരു ശുശ്രൂഷയും ചെയ്തില്ലെങ്കിലും ആ വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവസഭയുടെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക എന്നുള്ളത് വിശ്വാസികളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം, എന്തുകൊണ്ടാണ് അങ്ങനെ സമാധാന ബന്ധത്തിൽ കാക്കേണ്ടത്? നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും
എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതെ, ഓക്കെ. എന്നാൽ ഇവിടെ ഒരു ദൈവസഭ ആത്മാവിന്റെ ഐക്യതയിൽ കാക്കപ്പെടേണ്ട കാര്യം, ഇവരെല്ലാവരും പല 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 തരത്തിലുള്ള ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ പല ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, പല കഴിവുകളുള്ളവരാണ്, പല തരത്തിൽ ഉള്ള പല അസോസിയേഷൻസ് ഉള്ളവരാണ്. പക്ഷെ ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്? നിങ്ങളുടെ പ്രത്യാശ ഒന്നാണ്, ബോഡി ഈസ് വൺ, ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനുമായിട്ടുള്ള ദൈവവും പിതാവുമായവൻ ഒന്നാകെ കൊണ്ട് ഒരു വ്യക്തി, ഓരോ വ്യക്തികളും. ഞാൻ പറയട്ടെ, ഒരു ദൈവസഭയിലെ ഏറ്റവും വലിയ ദൈവം വിലമതിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സഹോദരനാണ്, അല്ലാതെ അവിടെ പ്രസംഗിക്കുന്ന ആളല്ല. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഒരു ദൈവസഭയിൽ ദൈവം ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റും ആ ഐക്യത തകർക്കാനായിട്ട്, ഭിന്നത ഉണ്ടാക്കാനായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാച് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം. താഴോട്ട് പോകുമ്പോൾ പറയണം. പക്ഷെ അങ്ങനെ ദൈവസഭയിൽ എല്ലാവരും ഇതെല്ലാം ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എങ്കിലും 11ാമത്തെ വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെ പറയാണ് ഹി അപ്പോയിന്റഡ് സം. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിലരേ ഉള്ളൂ, അതെല്ലാവരും അല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട എല്ലാവരും ഒരപ്പത്തിന്റെ അംഗങ്ങളാണ്. എങ്കിൽ പോലും ദൈവസഭയിൽ ഗോഡ് ഈസ് അപ്പോയിന്റിങ് സംബഡി ഫോർ ദ അതോറിറ്റി. അത് അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ദൈവസഭ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ദൈവസഭയിലെ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരങ്ങളെ. അന്നേരം അത് ഒരു വ്യക്തി റിസീവ് ചെയ്യും, ആ വ്യക്തി റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ്. അന്നേരം ദൈവസഭയിലെ അധികാരങ്ങൾ അത് ഇലക്ഷനോ സെലക്ഷനോ അല്ല, അത് മാനുഷിക രീതിയിലല്ല, ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിനെ ദൈവസഭ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റെക്കഗ്നൈസ് ചെയ്യാണ് ഈ ദൈവസഭയിൽ ചില അധികാരങ്ങളെ ദൈവം വെച്ചിരിക്കുന്നു. അവരും സഹോദരന്മാര് തന്നെയാണ്, അവർക്ക് സ്പെഷ്യൽ ഇതൊന്നുമില്ല. പക്ഷെ അവർക്ക് ദൈവം ചില അധികാരങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്നു. ആ അധികാരം ഒരു ദൈവസഭയിലെ അംഗങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവർ സ്വയമായിട്ട് ആ അധികാരത്തെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ അധികാരത്തെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ അധികാരത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വി ക്യാൻ ചൂസ് ആൻ അതോറിറ്റി ഫോർ us. നമുക്ക് അധികാരം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അധികാരം ആരെയാണോ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് നമ്മൾ ചൂസ് ചെയ്യുക, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ദൈവസഭയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഭയിൽ ദൈവം ഒരു അതോറിറ്റീസ് വെച്ചിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ അതോറിറ്റി കീഴടങ്ങിയിരിക്കുക, ഇല്ലെങ്കിൽ അവിടെ റിബൽ ചെയ്യാതിരിക്കുക. ഇതാണ് ദൈവസഭയിലെ ഓർഡർ. ഞാൻ പറഞ്ഞത് സ്ക്രിപ്ചറൽ കാര്യങ്ങളെ, ചില കാര്യങ്ങളെ നമ്മൾ സംശയം ചോദിക്കുന്നതിന്റെ കാര്യമല്ല, അല്ലാത്ത കാര്യങ്ങളിൽ ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റി മനസ്സിലാക്കി അതിൽ കീഴടങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ കീഴടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള താഴേക്ക് വരുമ്പോഴാണ് എന്തിനാണ് ദൈവം ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ 15, 12, 13 വാക്യങ്ങൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരും ഗോഡ് ഹാസ് അപ്പോയിന്റഡ്. വൈ? 12, 13 വാക്യങ്ങൾ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയവർദ്ധനയ്ക്കുമാകും. അന്നേരം ദൈവസഭയിലെ ഐക്യത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ദൈവസഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായിട്ടുമാണ് ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റുകൾ ദൈവസഭയിലുള്ളത്. അപ്പോൾ ഒരു വ്യക്തി അത് റെക്കഗ്നൈസ് ചെയ്ത് അതിന് കീഴടങ്ങുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവും? ആ വ്യക്തിക്ക് ആത്മീയ വർദ്ധന ഉണ്ടാവും, ആ വ്യക്തി ക്രിസ്തുവിന്റെ തലയോളം വളരുവാനായിട്ട് ഇടയാകും. ഇതിനാണ് ദൈവം ദൈവസഭയിൽ അപ്പോയിന്റ്മെന്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, am I belong to this body? If I am belong to this body, I must recognize there is a authority. ആ അതോറിറ്റിയോട് റിബൽ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ആ അതോറിറ്റിയോട് റിബൽ ചെയ്യാൻ പാടില്ല. 1 കൊരിന്ത്യർ അതിന്റെ 12ാമത്തെ അധ്യായത്തിന്റെ 28ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലന്മാർ, 2ാമത് പ്രവാചകന്മാർ, 3ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ എന്ത് ചെയ്തിരിക്കുന്നു? ഗോഡ് ഹാസ് അപ്പോയിന്റഡ്. അന്നേരം ഇതാണ് ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ തിരുത്താനായിട്ട് കഴിയും. അന്നേരം ദൈവസഭയിൽ ഇങ്ങനെയാണ് ദൈവസഭയിലെ ഓർഡർ. ഓരോ വ്യക്തികളും
ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ നേരിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയിൽ കൂടി ഒഴുകുന്നതിൽ കൂടിയാണ്. കർത്താവിന് മുമ്പിൽ ഐ ആം നത്തിങ് എന്ന് റെക്കഗ്നൈസ് ചെയ്തതാണ്. സഭയിലെ ശുശ്രൂഷകളെയും ദൈവം അപ്പോയിന്റ് ചെയ്തതാണ്. അവരും ഒന്നുമല്ല എന്ന് പൗലോസ് പറയാണ്. വി ആർ നത്തിങ്, നമ്മൾക്ക് തന്നിരിക്കുന്ന വേല ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ദൈവസഭ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്ന് അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് സമയമില്ല. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാണ്. ഇവിടെ പറയാണ്, അന്നേരം ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. അപ്പോയിന്റ്മെന്റ് ചിലർക്ക് ഉള്ളെങ്കിലും ദൈവസഭയിലെ എല്ലാ അവയവങ്ങൾക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെ? ആ ഫംഗ്ഷൻ ഓരോരുത്തർ ചെയ്യുക. വേറൊരാള് മറ്റൊരാളെ ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്നുള്ളതിന് വിലയിരുത്താൻ ദൈവസഭയിൽ ദൈവം നമ്മളെ വെച്ചിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. കാരണം ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് മേളിലുള്ള ആളാണ്, നമ്മളല്ല. നമ്മൾക്ക് ആ ഒരു അധികാരം ദൈവം തന്നിട്ടില്ല. എന്നിട്ട് പറയാണ്, തമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമുള്ളല്ലോ, അഴക് കുറഞ്ഞവർക്ക് അധികം അഴക് നൽകുന്നു. അടുത്ത വാക്യം, 25-ാമത്തെ വാക്യം. ശരീരത്തിൽ എന്ത് വരരുത്? ശരീരത്തിൽ ഭിന്നത വരാതിരിക്കേണ്ടതിന് അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തോട് കൂട്ടിച്ചേർക്കുന്നു. ദൈവം അന്നേരം ഓരോ അവയവങ്ങളെ ദൈവമാണ് സഭയോട് കൂട്ടിച്ചേർക്കുന്നത്, നമ്മളല്ല. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന ആൾക്കാരോ നമ്മളുടെ അധികാരത്തിലുള്ള ആൾക്കാരോ അല്ല. ദൈവം ചില ആൾക്കാരെ ദൈവസഭയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സഭയിൽ ഭിന്നത വരാതെ എല്ലാവരും അന്യോന്യം കരുതിക്കൊള്ളുവാൻ. എന്നിട്ട് പറയാണ് 26-ാമത്തെ വാക്യം, അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വേറൊരു അവയവം സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്, ആ അവയവം ഒക്കെയും കഷ്ടമനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വരുമ്പോഴോ കണ്ണുകടിയല്ല ഉണ്ടാവുന്നത്. എന്താണ് സംഭവിക്കേണ്ടത്? വായിച്ചു. ഒരവയവത്തിന് മാനം വന്നാൽ എന്ത് സംഭവിക്കും? അവയവങ്ങളൊക്കെയും സന്തോഷിക്കും. ദൈവസഭയിൽ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. വലിയ മിസ്റ്ററി ഒന്നുമല്ല, യൂണിവേഴ്സൽ ചർച്ചിനെ പറ്റിയുള്ള മിസ്റ്ററി ഒന്നുമല്ല. വളരെ ബേസിക് ആയിട്ടൊരു ദൈവസഭയിൽ നടക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഐഡിയൽ ചർച്ച്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയാണ് ദൈവസഭ നടക്കേണ്ടത്. ഐഡിയൽ പൊസിഷനിങ് ആണ്. പക്ഷേ വലിയ പ്രശ്നമുണ്ട്. എപ്പോഴും ഐഡിയൽ പൊസിഷനിൽ കാര്യങ്ങൾ പോകത്തില്ല. ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി വരത്തില്ല. ഞാനൊരു ചെറുപ്പത്തിൽ മലയാളം മീഡിയത്തിൽ ആണ് പഠിച്ചത്. അന്നേരം ഞങ്ങളുടെയൊക്കെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ഗ്രൗണ്ട്, പറമ്പിന്റെയൊക്കെ നടുക്കുള്ളൊരു പാടത്തിന്റെ ഒക്കെ നടുക്കുള്ള സ്കൂളാണ്. അന്നേരം ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അടച്ചു കെട്ടിയ ബിൽഡിംഗ് ഒന്നുമല്ല, ഓലയുള്ളത്. അന്നേരം ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ പറമ്പും എല്ലാം കാണാം. ഒരു സംഭവം ഞാൻ കേട്ടിട്ടുള്ളതാണ്, ആ സ്കൂളിൽ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള. അന്നേരം ഈ സാറുമാർ പഠിപ്പിക്കുന്ന സാറുമാർക്ക് തന്നെ രാവിലെ പശുവിനെയൊക്കെ അവിടെ കെട്ടിയിട്ട് ഇവിടെ വന്നിട്ട് പഠിപ്പിക്കുക ചെയ്യുന്നത്. അന്നേരം ഇവര് ഒരു ദിവസം ഒരു സാറ് വന്ന് പശുവിനെയൊക്കെ അവിടെ കെട്ടിയിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ പറ്റിയാണുള്ള പാഠമാണ്. പശു പാല് തരുന്നു, പശുവിനെ അങ്ങനെ കരുതണം, പശുവിനെ ഉപദ്രവിക്കരുത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, പശുവിനെ കെട്ടിയതല്ല, ഈ വ്യക്തിയുടെ കൃഷി അവിടെ നടക്കുക. അന്നേരം വേറൊരാൾ കൊണ്ട് അവിടെ പശുവിനെ കെട്ടിയിട്ടുണ്ട്. ഈ സാർ ഇവിടെ വന്നിട്ട് പഠിപ്പിക്കുകയാണ്, പശുവിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ സാറിന്റെ പറമ്പിലേക്ക് ഈ വേറൊരു പശു ഓടിക്കേറി കൃഷിയെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അന്നേരം പശുവിനെ എങ്ങനെയൊക്കെ കരുതണം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറെന്ത് ചെയ്യുന്നറിയാമോ? ഈ ചൂരിലും കൊണ്ട് നേരെ പോയി പശുവിനെ അടിച്ച് പുറത്താക്കി. നേരെ സാറിന്റെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നേരെ ഇത് ഈ പുസ്തകത്തിൽ എഴുതിയ കാര്യം പ്രാക്ടിക്കലി നടക്കുന്നില്ല. മലയാളത്തിൽ ചൊല്ലുണ്ട്, ഏട്ടിലപ്പടി എന്താണെന്നറിയാം, ബാക്കി പയറ്റിലിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ അങ്ങനെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നടക്കത്തില്ല. അന്നേരം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണമെന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാ സമയത്തും എല്ലാ ചർച്ചകളും നടന്നൊന്നും വരത്തില്ല. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാ സഭകളിലും ഉണ്ടാകും. എല്ലാ സഭകളിലും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവസഭ അല്ല എന്നുള്ളതിന്റെ ലക്ഷണമല്ല. ദൈവസഭയിൽ ഇതൊക്കെ ഉണ്ടാകും എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഐഡിയൽ പൊസിഷൻ. നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും ഈ ഒരു പൊസിഷനാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്. വി ഷുഡ് ലുക്ക് ഫോർ ദിസ് പൊസിഷൻ. നമ്മുടെ സഭ ദൈവസഭ ഇങ്ങനെ ഒരു ദൈവസഭയാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ ആ സഭയിൽ
പ്രശ്നങ്ങൾ ഉണ്ടായാൽ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് അതും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഒരു സഭയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രാക്ടിക്കലി ഹാൻഡിൽ ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ് യേശുക്രിസ്തുവാണ് ആദ്യമേ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് ദൈവസഭയെ പറ്റി കർത്താവാണ് പറഞ്ഞത്. ആ കർത്താവ് തന്നെ ആ സഭയിൽ പ്രോബ്ലംസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞു. കാരണം കർത്താവിന് അറിയാം ഒരു ലോക്കൽ ചർച്ചിൽ ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വി ഷുഡ് ഫേസ്. അപ്പോൾ എന്ത് ചെയ്യണം? അന്നേരം അതിന്റെ 15-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാമത്തെ അധ്യായം 18-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ മുതലുള്ള വാക്യം. ഓക്കെ, ഇപ്പം ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ടായി. ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയൽ പൊസിഷൻ എല്ലാവരും ക്രൂശിക്കപ്പെട്ടു, എല്ലാവരും മരിച്ചു, എല്ലാവരും യേശുക്രിസ്തുവിലൊക്കെ ജീവിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ സാക്ഷ്യവും പാട്ടൊക്കെ പാടുമെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ അത് സെറ്റിൽ ചെയ്യണം? കാര്യം എന്താണ്? ദൈവസഭയിൽ ഭിന്നത വരാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. ആ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഒരു പ്രോബ്ലം ഉണ്ടായാൽ, ഒരു സഹോദരന് വേറൊരു വ്യക്തിയോട് ഒരു പ്രശ്നം ഉണ്ടായാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് ബോധ്യം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ആ വ്യക്തി മറ്റേ സഹോദരനുമായിട്ട് നേരിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യണം. അത് പബ്ലിക്കായിട്ട് സഭയിൽ സാക്ഷ്യം പറയുന്നതിൽ കൂടിയോ വേറൊരു രീതിയിലോ ആ സഹോദരനെ സഭയുടെ മുമ്പിൽ അവഹേളിക്കാനായിട്ട് പാടില്ല. ദൈവസഭയിൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഇവിടെ പറയാണ്, ഒരു പ്രശ്നം ഉണ്ടായാൽ ആ വ്യക്തിയുമായിട്ട് നേരിട്ട് ആ വ്യക്തിയെ എടുത്ത് കാര്യം സെറ്റിൽ ചെയ്യുക. ഇല്ല, അത് സെറ്റിൽ ആയില്ല, പിന്നെയും പ്രശ്നം റിമെയിൻ ചെയ്യാണ്, ആ വ്യക്തി മാനസാന്തരപ്പെടാനായിട്ട് തയ്യാറാവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? കേൾക്കാഞ്ഞാൽ 2-3 സാക്ഷികൾ സകലം ഉറപ്പാക്കിയാണ് രണ്ടുപേരെ കൂട്ടിച്ചെല്ലും. വീണ്ടും അടുത്ത സഭയിലെ അടുത്ത 2-3 ആൾക്കാരുടെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുചെല്ലണം. ഇതിനെ കൊണ്ട് പാട്ടാക്കാനായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ഉണ്ടാക്കാനായിട്ടോ ശ്രമിക്കരുത്. അതിനു പകരം അടുത്ത ഇടത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ അത് 3-ാമത്തെ ലെവലിൽ ദൈവസഭയിലേക്ക് കൊണ്ടുവരിക. ഈ സംഭവങ്ങൾ വേസ്റ്റ് ആകുമ്പോഴാണ് ദൈവസഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയെയും അറിയിക്കുക, സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം വരുമ്പോഴും ദൈവം ആദ്യമേ തന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനാണ് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. ദൈവവാരം വളരെ പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട്. അത് സഭയിൽ പബ്ലിക്കായിട്ട് കൊണ്ടുവരാനുള്ള കാര്യമല്ല. ഒരു സഹോദരൻ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റവരെ കരുതുക എന്നുള്ളതാണ് ഓരോ അംഗങ്ങളുടെ ലക്ഷ്യം. മറ്റവരുടെ അടുത്ത് അസൂയ ഉണ്ടാകുക എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ കഷ്ടതയിൽ സന്തോഷിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ മാനത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായാൽ അത് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം. കാരണം ദൈവസഭയിൽ ഇതൊരു പ്രോബ്ലം ആകാനായിട്ട് പാടില്ല. അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവസഭ സമാധാന ബന്ധത്തിൽ കാക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെ ഉദ്ദേശം. അതേസമയം ഭിന്നത ഒരു വ്യക്തി വരുത്തുകയാണെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും പറയുന്നുണ്ട്. തീത്തോസിൻ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. അതിനിവിടെ പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, സഭയിൽ ഭിന്നത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും സീരിയസ് പ്രോബ്ലം. നമ്മൾ ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കണം, സഭയിലെ ഫെലോഷിപ്പ്, നമ്മുടെ ഐക്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രസംഗിക്കുക എന്നുള്ളതല്ല. സഭയിലെ ഐക്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ പോലെ തന്നെ സഭയിൽ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. സഭയിൽ ഭിന്നത ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 1, 2, 3 പ്രാവശ്യം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം എന്ന് ദൈവം പറഞ്ഞത്. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. എന്നാണെങ്കിലും നമ്മൾക്ക് അങ്ങനത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 തിമോഥെയോസ് അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവർക്കും കേൾക്കെ ശാസിക്കാം. അടുത്ത വാക്യം. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപം ചെയ്യുന്നവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ വീണ്ടും കറക്ഷൻ ചെയ്തിട്ടും അത് അനുസരിക്കാത്തവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് സഭയുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അവിടെ പറയാണ്, പാപം ചെയ്യുന്നവരെ കേൾക്കുന്നവർക്ക് ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. കാരണം എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും ദേ ഷുഡ് ഗെറ്റ് ദ മെസ്സേജ്.
ഒരു ചർച്ച് എന്ന് പറയുന്ന ഒരു ക്ലബ്ബല്ല. എന്തും പറയാനും എന്തും ചെയ്യാനും ആരും ചോദിക്കാനും ഇല്ലാത്ത സ്ഥലമല്ല ദൈവസഭ. ദൈവസഭയിൽ ദൈവം അധികാരങ്ങളെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മെസ്സേജ് കിട്ടാനായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അത് പരസ്യമായിട്ട് ശാസിക്കണം. പക്ഷെ അന്നേരം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ പക്ഷമായിട്ട് ഒന്നും ചെയ്യാതെ, those who continue in sin rebuke in the presence of the church, in the presence of all, so that the rest also will be fearful. നേരം പറയാണ്, ദൈവസഭയെപ്പറ്റി ആൾക്കാർക്ക് ഭയം ഉണ്ടാവണം. ദൈവസഭ ഒരു തിയേറ്റർ പോലെ വന്നിരുന്ന് പ്രസംഗം കേട്ട് തലയാട്ടിട്ട് പോകുന്ന സ്ഥലമല്ല. ആദിമസഭയിൽ ആൾക്കാർ എന്താ ചേരാഞ്ഞെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ ആദിമസഭയിൽ എന്തുകൊണ്ട് ആൾക്കാർക്ക് ചേരാഞ്ഞെന്ന്? അധികം പേര് അപ്പോസ്തല പ്രവൃത്തിയിൽ ആ വാക്യമുണ്ട്, എടുക്കണമെന്നില്ല. എന്താണെന്നറിയാമോ? ബാക്കിയുള്ളവർക്ക് എന്തുണ്ടായെന്നറിയാമോ? ഭയമുണ്ടായെന്നാ പറഞ്ഞിരിക്കുന്നത്. വാക്യം നിങ്ങൾ എടുത്ത് പിന്നെ വായിച്ചാൽ മതി. എല്ലാവരും ഒന്നും സഭയിൽ അന്ന് ചേർന്നില്ല. എല്ലാവരും ഒന്നും കർത്താവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കൂടിയില്ല. ഓടി വന്ന് കൂടി അവിടെ ചില ഡിസിപ്ലിൻ ആക്ഷൻ വന്നപ്പം ബാക്കിയുള്ളവർക്ക് ഭയമുണ്ടായി. അന്നേരം ഭയം ഉണ്ടാവണം ദൈവസഭയിൽ. ദൈവസഭയിൽ എല്ലാ കാര്യങ്ങളും എല്ലാം എങ്ങനെയും നടക്കും എന്ന് ആൾക്കാർക്ക് ചിന്തിക്കരുത്. അതുകൊണ്ട് പറയാണ്, ശേഷമുള്ളവർക്ക് ഭയത്തിനായിട്ട് എല്ലാവരും. പക്ഷെ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഐ സോളംലി ചാർജ് യു ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഓഫ് ഹിസ് ചോസൺ ഏഞ്ചൽസ് ടു മെയിൻറ്റെയിൻ ദിസ് പ്രിൻസിപ്പിൾ വിത്തൌട്ട് ബയാസ്. എന്ന് പറയുകയാണ്, ഇതൊരു കൽപ്പനയാണ്. ഇതൊരു കൽപ്പനയാണ്. ദൈവത്തിന്റെയും ദൂതന്മാരുടെയും യേശുക്രിസ്തുവിനെ സാക്ഷി ചെയ്തിട്ട് പറയാണ്, ദിസ് എ കമാൻഡ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു പക്ഷാഭേദവും കാണിക്കരുത്. ഒരു പക്ഷാഭേദവും കാണിക്കരുത്. നമ്മളുടെ മക്കളാണെങ്കിലും നമ്മുടെ മരുമക്കളാണെങ്കിലും നമ്മുടെ അളിയനാണെങ്കിലും മച്ചാനാണെങ്കിലും ഇതൊന്നും ഒരു വിഷയമല്ല ദൈവസഭയിൽ. ദൈവസഭയിൽ ഈ പാപം ചെയ്യുന്ന വ്യക്തികളെ ഒരു പക്ഷാഭേദവും കാണിക്കാതെ പരസ്യമായി ശാസിക്കുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ ജനറലി പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ലോക്കൽ ചർച്ച് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. മനസ്സിലാക്കാതെ കൊണ്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ദൈവം അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന എന്താണ്? ദൈവം എന്തിനാണ് വില കൊടുക്കുന്നത്? ദൈവസഭയിൽ ദൈവം എന്തിനാണ് കാര്യങ്ങളെ വെച്ചിരിക്കുന്നത്? ദൈവസഭയിൽ എന്തിനാണ് ദൈവം അതോറിറ്റീസിനെ വെച്ചിരിക്കുന്നത്? ദൈവസഭയുടെ അതോറിറ്റികളെ ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത ആക്ഷൻ ദൈവം ദൈവസഭയിൽ വെച്ചിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നില്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. അങ്ങനെ അത് കൂട്ടാക്കി കഴിഞ്ഞാൽ സഭയെയും ഒരു വ്യക്തി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണെന്ന് പറഞ്ഞിരിക്കാൻ, ആ വ്യക്തിയെ നിങ്ങൾക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും പോലെ ഇരിക്കട്ടെ. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ചർച്ചിന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പുറത്തേക്കാക്കുന്നു. അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചിന്തയുണ്ട്. നമ്മളിപ്പോ ഈ സഭയിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ എന്തോ കുഴപ്പം? നമ്മൾ ഇവിടെ നടന്ന് അപ്പുറത്തോട്ട് പോയ വേറൊരു സഭയുണ്ട്, അല്ലേ? അന്നേരം നടക്കാവുന്ന ദൂരത്ത് അബ്ബാസിയിൽ തന്നെ മുട്ടി വീഴാത്ത പോലെ സഭകളുണ്ട്. അന്നേരം ഒരു സഭയിൽ നിന്ന് പോയാൽ നമ്മൾ വിചാരിക്കും ഇവിടുന്ന് പോയാൽ വേറൊരു സഭയിൽ ചെന്ന് കയറാം, അവിടെ ചെന്നിട്ട് ദൈവസഭയുടെ ഭാഗമായി തീരാൻ നമുക്കൊരു ചിന്ത നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. മാത്രമല്ല ഒരിടത്തുനിന്ന് പുറത്ത് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ട് കൈയും തീട്ട് സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ സഭയിൽ വരുന്ന വ്യക്തികൾ വേറൊരു സഭയിൽ നിന്ന് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവരെ പരവതാനി വിചാരിച്ച് സ്വീകരിക്കുകയല്ല, എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് ചോദിക്കണം. എന്തെങ്കിലും അവിടുന്ന് കറക്ഷൻ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവിടെ പോയി കറക്റ്റ് ചെയ്യാൻ പറയണം. അല്ലാതെ ഇവിടോട്ട് സ്വീകരിക്കല്ല ചെയ്യേണ്ടത്. വേറൊരു സഭയിലെ അംഗമാണ് എങ്കിൽ, അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നല്ല, വേറൊരു സഭയിലെ അംഗമായിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ എന്റർടൈൻ ചെയ്യരുത്. കാരണം ചിലപ്പോൾ ദൈവം അതോറിറ്റി കൊടുത്തിരിക്കുന്ന വേറൊരു അതോറിറ്റി ആയിരിക്കും. അവിടെ നമ്മൾ പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ആ വ്യക്തി സ്വയമായിട്ട് വെച്ച് തീരുമാനിക്കെങ്കിൽ വരട്ടെ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ദൈവസഭയിൽ നിന്ന് ഒരു വ്യക്തി പുറത്താവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചിന്തിക്കുകയാണ് വേറൊരു ദൈവസഭയിൽ കയറാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവസഭയെ പറ്റിയേ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോക്കൽ ചർച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക്കൽ ചർച്ച് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യൂണിവേഴ്സൽ സഭയുടെ ഭാഗം തന്നെയാണ് ലോക്കൽ ചർച്ച്. ദൈവസഭയിൽ നിന്ന്, ഒരു സഭയിൽ നിന്ന് മാനസാന്തരപ്പെടാത്ത ഒരു ഡിസിപ്ലിൻ കാരണം ഒരു വ്യക്തി പുറത്തായാൽ ആ വ്യക്തി ദൈവത്തിന്റെ ഹോൾ ചർച്ചിൽ നിന്ന് ഔട്ടാ. ആ വ്യക്തിക്ക് വേറൊരു വഴി കൂടെ അകത്ത് കയറാൻ പറ്റത്തില്ല. വാക്യമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്, അല്ലേ? അടുത്ത വാക്യം വായിച്ചു. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതല്ല. നിങ്ങൾ ഭൂമിയിൽ, മേളിൽ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് താഴെയുള്ള വായിക്കേണ്ടത്. മേളിൽ പറഞ്ഞത് ദൈവസഭയിലെ ഡിസിപ്ലിനാണ് പറയുന്നത്. ആ ഡിസിപ്ലിനെ അനുസരിക്കാതെ ഒരു വ്യക്തി പുറത്തു പോവുകയാണ് എങ്കിൽ, മനസാന്തരപ്പെടാതെ പുറത്തു പോവുകയാണെങ്കിൽ, നിങ്ങൾ ഭൂമിയിൽ ഒരു കെട്ട് കെട്ടിയാൽ എവിടെ കെട്ടുമെന്ന് അറിയാൻ പറഞ്ഞിരിക്കുന്നത്, മേളിൽ അതില് സീലും വെക്കും. മേളിൽ അവിടെ കെട്ടും. പിന്നെ ഇത് എങ്ങനെ അഴിക്കണമെന്ന് അറിയാമോ?
താഴെ വരണം. ഭൂമിയിൽ ഇത് അഴിക്കുമ്പോഴേ മേളിൽ ഒഴിയത്തുള്ളൂ. അന്നേരം ഭൂമിയിൽ ദൈവസഭ ഒരു കെട്ടിയാൽ ദൈവസഭയുടെ അധികാരം ഒരു വ്യക്തി മനസ്സിലാക്കണം. ഇതൊരു ക്ലബ്ബല്ല. ഒരു ക്ലബ്ബിൽ നിന്ന് അടുത്ത ക്ലബിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ദൈവസഭ റിയലായിട്ടുള്ള കാര്യത്തിന്റെ മുകളിൽ ഒരു ഡിസിഷൻ എടുത്താൽ ദൈവം അതിനെ റെക്കഗ്നൈസ് ചെയ്യും, ദൈവം അതിനെ അപ്രൂവ് ചെയ്യും. ദൈവ വചനപ്രകാരമാണ് എങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള കാര്യങ്ങൾ. അടുത്ത വാക്യം പറയാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ ഐക്യപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഐക്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അത് അവർക്ക് ലഭിക്കും. മേളത്തെ വാക്യമായിട്ട് ബന്ധപ്പെട്ട് വേണം വായിക്കാൻ. ഇതെല്ലായിടത്തും ആപ്ലിക്കബിൾ ആകുന്നെങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനം ഇവിടെ മേളത്തെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നിട്ട് പറയാണ്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വിവരിച്ചു. അന്നേരം ദൈവത്തിന്റെ അതോറിറ്റിയുടെ കീഴിൽ ഗോഡ് ഈസ് ഡിസൈഡിങ് ദിസ്. അപ്പോൾ അവിടെ ഭൂമിയിലെ ദൈവസഭ ഇത് അഴിക്കാതെ മേലഴിപ്പ് നടക്കത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണേലും ഏത് ദൈവസഭ വേണേലും ചൂസ് ചെയ്യാം. പക്ഷേ മാനസാന്തരപ്പെടാത്തൊരു കാര്യത്തിൽ, ആ പെർട്ടിക്കുലർ കാര്യത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടാതെ വേറെ പലയിടത്തോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങൾക്ക് എവിടെയും പോകാം. ഏതൊരു സഭയിലാണെങ്കിലും നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവസഭകൾ ലോകത്ത് അനേകമുണ്ട്, കുവൈറ്റിലുമുണ്ട്. യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അതോറിറ്റി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് ആ അതോറിറ്റിയുടെ കീഴിൽ നിൽക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരിടത്തെ ഒരു ഡിസിപ്ലിൻ വന്നു കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ കാര്യത്തിൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വേറൊരു കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറുതെയാണ്. ദൈവം അതിനെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വ്യക്തിയെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത് അറിയാമോ? 1 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളും 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്ന എല്ലാം ഒരു ജനറലി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിന്നീടാണെങ്കിൽ ഇത് പഠിക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് പറയാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തിയല്ല ചെയ്യുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രസൻസിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷിക്കപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡിസിപ്ലിൻ ചെയ്യുന്നത്, അല്ലേ? ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. ദൈവസഭയിലെ ഡിസിപ്ലിൻ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്താനായിട്ടല്ല, ആ വ്യക്തി മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബുദ്ധി ഉപദേശങ്ങൾ ആ വ്യക്തി റിപ്പന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിപ്പന്റ് ചെയ്ത് ദൈവസഭയിൽ കർത്താവിന്റെ നാളിൽ ആ വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈവൻ ചർച്ചിൽ നിന്നൊരു വ്യക്തിയെ മാറ്റുന്നത് പോലും ആ വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകണമെന്നല്ല. അന്നേരം ഒരു വ്യക്തിയുടെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് എന്റെ പിതാവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ നശിച്ചു പോകാത്തത് കൊണ്ട് നീ അവനുമായിട്ട് കാര്യങ്ങളെ സെറ്റിൽ ചെയ്യണം. സഭയിൽ ഭിന്നത വരുത്താനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് കാര്യങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളിത് മനസ്സിലാക്കിയെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മൾ വലിയ വലിയ തിയറീസ് പഠിക്കുന്നതിന് മുമ്പ് വളരെ ബേസിക് പ്രാക്ടിക്കൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. ദൈവസഭ എന്താണ്, ലോക്കൽ ചർച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോക്കൽ ചർച്ചിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസ് മനസ്സിലാക്കുക. എവിടെയും ദൈവം ആഗ്രഹിക്കുന്നതാണോ? എല്ലായിടത്തും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസഭകൾ എഴുന്നേൽക്കണമെന്നുള്ളതാണ്. ദൈവസഭകൾ ദൈവവചനപ്രകാരമുള്ള ലോക്കൽ സഭകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതെ കുറെ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ടിട്ട് എവിടെയും എങ്ങനെയും ജീവിക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഒരു ദൈവസഭയായിട്ട് ബിൽഡ് ചെയ്യപ്പെടാത്ത വർക്കുകളെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. അത് ചിലർക്ക് അതിനുള്ള കോളിംഗ് ഇല്ലായിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ നമ്മളുടെ മനസ്സിലാക്കണം, ദൈവസഭയിലേക്ക് ഒരു വ്യക്തിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. അന്നേരം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ആ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനൊരു ഇൻകംപ്ലീറ്റ് പ്ലാൻ ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ പറയട്ടെ, പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ ഒരു ദൈവസഭ എന്ന രീതിയിലേക്ക് ബിൽഡ് ആവുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവസഭ എന്ന് ബിൽഡ് ആയിരിക്കുന്നിടത്ത് എന്താണ് നടക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം പറയാണ്, ദിസ് ഈസ് ദ ഐഡിയൽ പൊസിഷൻ, ഇങ്ങനെയാണ് ആവേണ്ടത്, ഇതാണ് പുസ്തകത്തിലെ കാര്യം. അല്ല, നിങ്ങളുടെ ദൈവസഭയിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളെ ചെയ്യേണ്ടത്. അതല്ലാതെ ചുമ്മാതെ ഒരു ക്ലബോ ഇല്ലെങ്കിൽ ഒരു തിയേറ്ററോ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരുന്ന സ്ഥലമോ അല്ല ദൈവസഭ.
ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവസഭയെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ആ ദൈവസഭയെ നമ്മൾ വാല്യൂ ചെയ്യണം. ആ ദൈവസഭയുടെ ഭാഗമായിരിക്കാൻ ആ സഭയിൽ കൂടി ആത്മീയ